ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഈ കോപ്രായെല്ലാം കാണിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങോട്ടാണെന്നല്ലേ, നേരെ എയർപോർട്ടിലേക്ക്. മോർണിംഗ് സൺ ഞങ്ങളുടെ മുഖത്തോട്ടടിച്ച് അതിൻ്റെ ഗ്ലോ ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. രാവിലെ 5 മണിക്ക് പിള്ളേരെയൊക്കെ എണീപ്പിച്ച് വണ്ടിയിലിരുത്തി. അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. ചേട്ടൻ നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ആൻഡ് നമ്മൾ എയർപോർട്ട് എത്തി. ഓ ഫൈനലി അങ്ങനെ നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. നോട്ട് ടു ബാഡ് അല്ലേ വിത്ത് ടൈമിങ്. 5:30 എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നൊരു 15 മിനിറ്റ്സ് ഡിലേ. കുഴപ്പമില്ല. ഇനിയിപ്പോൾ വേഗം പോയി ചെക്ക് ഇൻ ചെയ്യാം. ഇപ്പോഴും നല്ല ഉറക്കപ്പിച്ചാണ്. So let's go. Let's start our holiday. And all around you? I'll get bitten. You'll get bitten. Pinna, Saibo gochu. Are you scared of mosquitoes? Yeah. You scary cat? Let's go. നമ്മൾ പോകുന്നത് തായ് എയർവേസിലായിരുന്നു. അവർക്ക് സെൽഫ് ചെക്ക് ഇൻ അല്ലായിരുന്നു. അപ്പോൾ പെട്ടിയെല്ലാം വേ ചെയ്യാനായിട്ട് കൗണ്ടറിൽ പോകേണ്ടി വന്നു. ഓൾറെഡി ഓൺലൈൻ ചെക്ക് ഇൻ കഴിഞ്ഞതാണ്. പക്ഷേ ഈ പെട്ടി വേ ചെയ്യാനായിട്ട് പാവം ലജ് ഒരു 3-4 തവണ 30 കിലോയുടെ പെട്ടി മേളിലോട്ടും താഴോട്ടും കയറ്റി വെക്കേണ്ടി വന്നു. ചെക്ക് ഇൻ കഴിഞ്ഞു. ജിമ്മിൽ പോണ്ടല്ലോ നീ. എന്ത് തവണ എത്ര തവണ അവർ ഒരെണ്ണം എടുത്ത് വെക്കുക, തിരിച്ചെടുത്ത് വെക്കുക, ഒരെണ്ണം എടുത്ത് വെക്കുക, തിരിച്ചെടുത്ത പെട്ടികളാ. എന്തിനാ അത്ര എടുത്ത് വെക്കാൻ പറഞ്ഞ? ഹാൻഡ് ക്യാരിയിൽ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. നമുക്ക് എത്രയാണ്, നമ്മുടെ 7 ആണ് എല്ലാവരും. പക്ഷേ ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ 7 ഫോഴ്സ് അത്രയും കണക്കാക്കണ്ടേ. ഞങ്ങൾക്ക് ഒറ്റ ഹാൻഡ് ക്യാരി ഉള്ളൂ, ഒറ്റ പെട്ടിയേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ അത് സാധനം മൊത്തം എടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ട് വീണ്ടും വേ ചെയ്യാം. വാട്ട്സ് ദ പോയിന്റ്? വീണ്ടും നമ്മൾ തിരിച്ചെടുത്ത് അതിൻ്റെ അകത്തോട്ടിടാം. ദാറ്റ് ഈസ് ഡം. എന്നെ ഡ്രഗ് ടെസ്റ്റ് ചെയ്തു. ഡ്രഗ് സ്വാപ്പ് ചെയ്തു എന്നെ ഡ്രഗ് സ്വാപ്പ് ചെയ്തു. എന്നെ അത് കൊച്ചായിട്ട് പിടിച്ചോണ്ടിരുന്നിട്ട് കൊച്ചിനെയൊക്കെ പോയി ഡ്രഗ് സ്വാപ്പ് ചെയ്തേക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും ലൗഞ്ച് ആക്സസ് ഉണ്ട്. സോ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഓ ഫസ്റ്റ് ലൗഞ്ചിൽ ആദ്യമായിട്ടാ പോയിട്ടുണ്ട്. ഫസ്റ്റ് ലൗഞ്ച് ആക്സസ് ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ സമയം കൂടെ കണക്കാക്കിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചത്. ഇത് ഒരു ചെറിയൊരു ലൗഞ്ചാണ്. നമ്മൾ വിചാരിച്ച അത്ര സൈസ് ഇല്ലായിരുന്നു. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം ഒരു ബേസിക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇവിടെ തന്നെ ഷവർ ഫെസിലിറ്റിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ വന്നതുകൊണ്ട് ഷവറൊന്നും ഇവിടെ ചെയ്തില്ല. ബട്ട് ചുമ്മാ ഒന്ന് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്തിരിക്കാനായിട്ട് ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് ഓപ്ഷൻ. പിന്നെ ഫുഡ് അടിയാണല്ലോ നമ്മുടെ മെയിൻ. വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ നിന്നില്ലാത്തൊരു വിശപ്പ് എങ്ങനെയൊക്കെയോ കയറി വരും. പിള്ളേർക്ക് ആദ്യം കൊടുത്തു, പിന്നെ ഇതാ എനിക്കുള്ളത് എടുത്തു. ഇതാണ് എൻ്റേത്. കുറച്ച് എഗ്സ്, സോസേജ്, മഷ്റൂം എല്ലാം കൂടെ എടുത്തു. ആൻഡ് അവർ കോഫി ഉണ്ടായിരുന്നു, അതും തന്നു. പിന്നെ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു, കോഫി, ജ്യൂസ്. ലൗഞ്ച് റിവ്യൂസ്. Smaller than I thought. Can I use these? And the options are not as much, but it's still something. അതെ, ബോർഡിംഗ് എല്ലാം കറക്റ്റ് ടൈമിനായിരുന്നു. ബോർഡിങ്ങിന് വിളിച്ചു. ഫ്ലൈറ്റ് നല്ല കംപ്ലീറ്റ്ലി ഫുള്ളാണ്. ബോർഡിങ്ങിൻ്റെ ക്യൂ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പക്ഷേ അകത്ത് ഞങ്ങളുടെ ആദ്യത്തെ തവണ തായ് എയർവേസിൽ പോകുന്നത്. അകത്ത് ടു ബി ഓണസ്റ്റ് ഐ വാസ് സോ സർപ്രൈസ്. ലൈക്ക് ഇറ്റ് വാസ് സോ കംഫർട്ടബിൾ. നല്ല സീറ്റ്സും നല്ല ലെഗ് സ്പേസും ആൻഡ് ലൈക്ക് അവർ തരുന്ന ഫെസിലിറ്റീസൊക്കെ ആണെങ്കിലും ദ ഫുഡ് ആൻഡ് ഓൾ വാസ് സോ ഗുഡ്. ഐ വാസ് വെരി വെരി ഇംപ്രസ്ഡ്. ലൈക്ക് ലെഗ് സ്പേസ്, സി ഐ എം ക്വൈറ്റ് ടോൾ ആൻഡ് എനിക്ക് ഒരിക്കലും ലെഗ് സ്പേസ് കിട്ടാറില്ല. ആൻഡ് സീ ദ ലെഗ് സ്പേസ്. ആൻഡ് ഇവർക്ക് ഒരു കാല് വെക്കാനുള്ളൊരു സ്ഥലമുണ്ട്. which is like, I was like, why are the other flights not having it? And yeah, it was very comfortable. പിന്നെ ബ്ലാങ്കറ്റും പില്ലോയും ഒക്കെ തന്ന നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ജേർണി. ഓൾസോ പ്രിറ്റി ഡീസെന്റ്. ഇന്ത്യൻ മൂവീസ് ഒന്നും ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഒരു ഹെഡ്ഫോൺസ് കൊച്ചിന് നമ്മൾ എക്സ്ട്രാ ഹെഡ്ഫോൺസ് ചോദിച്ചപ്പം അവർ കിഡ്സ് ഹെഡ്ഫോൺസ് തന്നു. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് വാസ് പിള്ളേരെ ലജോട് കൂടെ ആയിരുന്നു. സോ ഐ കുഡ് ആക്ച്വലി ഈറ്റ് ആൻഡ് സ്ലീപ്പ് ഇൻ പീസ്. TG 484 ซึ่งจะนำท่านไปยังกรุงเทพโดยใช้เวลา Now will I go later? I can see everyone there.
നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഐ ഗോട്ട് ദ ചിക്കൻ കറി ആൻഡ് റൈസ്. ഇതൊരു തായ് റെഡ് ചിക്കൻ കറി ആയിരുന്നു വിത്ത് ദ bok choy, the leaf, പിന്നെ ഒരു ആപ്പിൾ പൈ, പൊട്ടാറ്റോ സാലഡ് ആൻഡ് എ ബൺ വിത്ത് ബട്ടർ ആൻഡ് സം ചീസ് ആൻഡ് ക്രാക്കേഴ്സ്. ആ ചിക്കനും റൈസും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് ലൈക്ക് പ്രോബബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് ഐവ് ഹാഡ് ഇൻ എയർലൈൻസ്. എന്താ ലിജു അവിടെ പാവം പിള്ളേർക്കെല്ലാം തേച്ചെല്ലാം കൊടുക്കുന്നു. ഞാനിവിടെ ഒറ്റയ്ക്കിരുന്നെല്ലാം സുഖിച്ച് കഴിക്കുന്നു. റെഡ് കറി ഈസ് സോ ഗുഡ്. നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ്. ഫുഡ് അടിപൊളി. Kids, we having fun? Look here. എത്ര നാൾക്ക് ശേഷം ഞാനൊന്ന് ഉറങ്ങുന്നത് ഫ്ലൈറ്റിൽ കയറിയിട്ട്. ലിജോയ്ക്ക് വിൻഡോ സീറ്റ് പോയി ആണ്. പിള്ളേരുടെ കൂടെ എടുത്ത സുഖമല്ലേ. ഫുഡും കൊടുത്തു. ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. സുഖമായിട്ട് ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒന്ന് സിനിമ കാണട്ടെ. മൂവി ഓപ്ഷൻസ് ഒക്കെ മെയിൻലി ഉണ്ടായിരുന്നത് ഏഷ്യൻ മൂവി ഓപ്ഷൻസ് ആയിരുന്നു. സോ ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യൻ മൂവീസേ ഇല്ലായിരുന്നു. ഇംഗ്ലീഷ് മൂവീസ് വളരെ കുറവ് ഓപ്ഷൻസ് ആയിരുന്നു. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഏത് കാണണം. ചിലതൊക്കെ കണ്ടതാ ഓൾറെഡി. സോ ദെൻ ഫൈനലി ഐ ചോസ് ഈ ക്രേസി സ്റ്റുപ്പിഡ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി. ബട്ട് ഐ എം ഗ്ലാഡ് ഐ ചോസ്. ഇറ്റ് വാസ് ആക്ച്വലി സോ ഫണി. കുറേ ചിരിച്ചു ആൻഡ് ഇറ്റ് വാസ് എ നൈസ് ഫൺ വാച്ച്. ഇറ്റ്സ് എ 6-hour ജേർണി. സോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരും മടുക്കാൻ തുടങ്ങി. അപ്പോൾ എനിവേസ് ഇതാണ് ഞാൻ നേരത്തെ പാക്ക് ചെയ്ത ആക്ടിവിറ്റി ബോക്സ്. കെയിം ഇൻ ഹാൻഡി. കുറേ സ്നാക്സ് കഴിച്ച് ഇവർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഫുൾ ടൈം അവർക്കും ചെയ്യും. അങ്ങനെ നമ്മുടെ തായ്ലൻഡ് എത്തി. അയ്യോ, why is it not moving? My goodness, why is it not moving? I don't know. കൺവെയർ ബെൽറ്റ് കയറിയിട്ട് നടക്കേണ്ട അവസ്ഥയാണ്. It's like a stairs, isn't it? റൈറ്റ് ടൈമിനാണോ? അതിപ്പോഴേ കാണത്തില്ല അല്ലേ? ഈ ലെഗിൽ ഞാൻ തീരെ ടയർഡായിട്ടില്ല. കാരണം ഫുൾ ടൈം പിള്ളേർ ലിജോയുടെ കൂടെ ആയിരുന്നു. അയ്യോ പാവം, ഉറങ്ങി പോലും ഇല്ല, സിനിമ പോലും കണ്ടില്ല. ഞാൻ നോക്കിയപ്പോഴത്തേനും ഫുഡൊന്നും കഴിക്കുന്നില്ലായിരുന്നോ. ഇത് പിള്ളേർക്ക് ഫുഡ് കൊടുക്കണ്ടേ? ഇപ്പൊ എന്റെ അവസ്ഥ മനസ്സിലായോ? പക്ഷെ സത്യം പറയാലോ ജാസി, സത്യം പറയാലോ എയർവേസ് അടിപൊളി ഫ്ലൈറ്റ്. അടിപൊളി ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ നല്ല ലെഗ് സ്പേസ് ആൻഡ് നല്ല ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. ലൈക്ക് മൈ കോക്കനട്ട് റൈസ് ആൻഡ് ദ തായ് റെഡ് കറി സോ ഗുഡ്. വാട്ട് ഡിഡ് യു ഹാവ്? Whoa, look at that. Oh, like that. Got it. Try again. Now you need to come back. Watch your step. വീണ്ടും വീഴാനാ. Good job. Bye. തായ്ലൻഡ് എയർപോർട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കേട്ടോ. നടന്നിട്ട് എത്തുന്നുമില്ല. ഞങ്ങളിവിടെ മിറക്കിൾ ലൗഞ്ച് എന്ന് പറഞ്ഞ ലൗഞ്ച് തപ്പിയാണ് പോകുന്നത്. നടന്നിട്ട് എത്തുന്നില്ല. ഇറ്റ്സ് ക്വൈറ്റ് ബിഗ്. ഞാൻ ഇത്ര വലുതാന്ന് വിചാരിച്ചില്ല തായ്ലൻഡ് എയർപോർട്ട്, ബട്ട് ഇറ്റ്സ് റിയലി ബിഗ്. ആൻഡ് so we're just what do you want to say? Hi. Come. Anyways കണ്ടുപിടിക്കാൻ നോക്കട്ടെ. അന്നേരം ഒന്നിനും ബോർഡ്സ് ഇല്ല. ബോർഡിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞിട്ട് വേണം വീണ്ടും അപ്പുറത്തെ സെക്ഷനിൽ പോകാൻ. ഫൈനലി നമ്മുടെ ലൗഞ്ച് എത്തി. ഈ നടപ്പ് നടന്നായിരുന്നേ നമ്മൾ കേരളത്തായിരുന്നല്ലോ. സത്യം ഭയങ്കര ലോങ്ങും. ലൗഞ്ച് കയറി ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് ഫുഡ് അടിക്കാം. കം ഗോ ഇൻസൈഡ്.
Look, robot cleaner. Cool. Look. That's pretty cool. Oh, see, they don't need anybody to drive it. തന്നെ ഓടിക്കുന്ന ക്ലീനർ. അടിപൊളി. സെൻസറൊക്കെ കാണും. ഇപ്പം എല്ലാം ഓട്ടോമാറ്റിക്കായി. ഞങ്ങളെ ആ ലൗഞ്ചിൽ നിന്ന് പുറത്താക്കി ലജ്. നമ്മളെന്തിനാ അവിടെ നിന്ന് പുറത്താക്കിയത്? ആ ഓ ശരി അങ്ങനെ. ആ ഓക്കെ, കൊള്ളാം, അടിപൊളി. ഇപ്പം ഞങ്ങളെ വലിയ ലൗഞ്ചിലോട്ട് വിടുകയാണ്. റയന് ഭയങ്കര ദേഷ്യം ബിക്കോസ് ഈസ് വെരി ഹംഗ്രി. ഓക്കെ, വി ആർ ഗോയിങ് ടു the lounge so we can eat some food. See, lounge is already here. See, Coral Lounge. This is the lounge, the Coral. അങ്ങനെ ഫൈനലി നമ്മൾ ലൗഞ്ചിൽ കയറി. ഇത് നല്ല അടിപൊളി ലൗഞ്ചായിരുന്നു കേട്ടോ, നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഇവർ ബുദ്ധിയോടെ നമ്മളെ ആദ്യം പിള്ളേരുള്ളതുകൊണ്ട് ആദ്യം ഒരു കുഞ്ഞിക്കാ ഒരു റൂമിലോട്ട് കയറ്റി. അത് ഫാമിലി റൂമാന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കയറ്റിയത്. അവിടെ കയറി ഇരുന്ന് പിള്ളേർ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ബട്ട് ഇറ്റ് വാസ് സോ കൺജസ്റ്റഡ്. ഇത് കണ്ടോ, ഇവർ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം ഒരു സ്പേസും ഇല്ല. വേറെ ഫാമിലീസും ഉണ്ട്, പിള്ളേരും ഉണ്ട്, നമുക്കൊന്നും ഇരിക്കാൻ പോലും സ്ഥലമില്ല. അവിടെ ഇത്രമാത്രം സ്ഥലം പുറത്ത് കിടപ്പുണ്ട്. പിന്നെ ഞങ്ങളത് മാറി അപ്പുറത്തോട്ടിരുന്നു. ആദ്യം ഇരുന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾ അവർ ഈ ബുദ്ധിയോടെ പിള്ളേരെ എല്ലാവരെയും കൂടെ ഒരുമിച്ചാക്കാനായിട്ട് റൂമിലോട്ട് എല്ലാവരെയും കൂടെ അങ്ങോട്ട് നിൽക്കി. അപ്പോൾ ഞങ്ങൾ ബേസിക് നല്ല വിശാലമായ സ്ഥലത്ത് വരുമ്പോൾ നല്ല ഫുഡാണ്. ബട്ട് ഞങ്ങളിതുവരെ ഫുൾ കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. കൊടുത്തു. ഓ മൈ ഗോഡ്, ഐ വാസ് സോ ഹംഗ്രി. ബട്ട് റൈന മറ്റേ റെഡ് പാസ്ത പ്ലേറ്റ് പാസ്ത. പക്ഷെ പാസ്ത അല്ല അല്ലേ, പാസ്ത ബിരിയാണി കുഴപ്പമില്ല അല്ലേ. ഇതെന്തല്ലേ വാട്ടർമെലൺ ദോശ. എൻ്റെ റൗണ്ട് 1 എടുത്തിരിക്കുകയാണ്. നമ്മുടെ ഇടിയപ്പം ഇവർക്ക് ഇവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. അടിപൊളിയല്ലേ. ഞാൻ ഈ ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്യാണ്. ഇതൊരു ഗ്രീൻ കറിയാണ്, തായ്ലൻഡിലെ ഇത് ചിക്കൻ ബീഫല്ലേ, സോറി ബീഫ് കറി. ഗ്രീൻ ബേസ്ഡ് കറിയാണ്. തായ്ലൻഡിലെ എനിക്ക് ഗ്രീൻ കറി ഭയങ്കര ഇഷ്ടമാണ്. ട്രൈ ചെയ്യാം. ഒരു നല്ല ലെമൺ ഗ്രാസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറുണ്ട്. റൊട്ടി ഐറ്റംസ് ഒന്നും കണ്ടില്ല. നൂഡിൽസ് ഐറ്റംസ് ഉണ്ട്. ബീഫ് കുറച്ച് ചൂയാണേ ഉള്ളൂ. ബട്ട് ആ കറിക്ക് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഫ്ലാറ്റ് നൂഡിൽസ്. പക്ഷെ നമ്മുടെ ഈ ഇടിയപ്പം നമ്മുടെ ശരിക്കും ഇടിയപ്പം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഫൈനൽ റൗണ്ട്. ഒരു ക്രാബ് സൂപ്പ്, സൂഷി ആൻഡ് ഡെസേർട്ടിന് യോഗർട്ട് ആൻഡ് മൂസ്. ലൗഞ്ചിൽ തന്നെ ഉള്ള ഒരു ഷവർ റൂം ഫെസിലിറ്റി ആട്ടോ. ഒരു ചെറിയൊരു ബാത്റൂമുണ്ട്, ഷവറുണ്ട്. സോ ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് അടുത്ത ലെഗിൽ കയറാം. അപ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കും. ഞങ്ങളെല്ലാവരും ഒന്ന് കുളിച്ചൊക്കെ ഒരുങ്ങി ഡ്രസ്സൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഒരു പകുതി സമാധാനമായി. മറ്റേ വേർപ്പും കൂടെയാണ്, ഇവിടെ കുറച്ച് ചൂടുണ്ട്. അപ്പം കുറച്ച് മുഷിഞ്ഞ പോലെ ആയിരുന്നു. വാഷ് യുവർ ഹെയർ, യു പ്രിറ്റി ഗേൾ. അപ്പം ഇനിയിപ്പോൾ ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആൻഡ് നെക്സ്റ്റ് ലെഗ് ഒരു 1 hourനുള്ളിൽ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. Hi, hello. How are you? How are you? ലാസ്റ്റ് മിനിറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് ഇതിൻ്റെ അകത്തൊരു മസാജും ഉണ്ടെന്ന്. സോ ഒരു 15 minute ഹെഡ് ആൻഡ് ഷോൾഡർ അല്ല, നെക്ക് ആൻഡ് ഷോൾഡർ മസാജ്. ഒരു അടിപൊളി. അവരിങ്ങനെ കറക്റ്റ് പോയിന്റ്സിലൊക്കെ പിടിച്ചിട്ടൊരു മസാജും കൂടെ ചെയ്തപ്പോൾ ഒരു പ്രോപ്പർ നമ്മുടെ വെക്കേഷൻ മൂഡിലോട്ട് കയറി. ലിജോയും കൂടെ ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു മസാജ് എക്സ്പീരിയൻസ്? അവൾക്ക് വേറൊരു കഴുത്ത് വേന. ലിജോയ്ക്ക് നല്ല കഴുത്ത് വേന ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിലൊക്കെ പറഞ്ഞു. മാറിയോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ?
ഇങ്ങനെ കട്ടക്ക് ഇങ്ങനെ വലിച്ചു അവർ സ്ട്രെച്ച് ചെയ്തു, അപ്പോൾ ഒരു കട്ടക്കെന്നൊക്കെ സൗണ്ട് കിട്ടും. തായ്ലൻഡ് പൊതുവേ മസാജിൻ്റെ ഫേമസ് ആണല്ലോ. അപ്പം പക്ഷെ വേറെ ടൈപ്പ് മസാജാണ് കേട്ടോ. ലൈക്ക് നമ്മൾ നോർമലി ഇങ്ങനെ പിടിച്ചുള്ള മസാജല്ല, അങ്ങനെയല്ല. ഇതിങ്ങനെ പോയിൻറ്റ്സ് പ്രസ് ചെയ്തുള്ള മസാജായിരുന്നു. എവിടേക്കോ ഒരു സുഖമുണ്ട്. നമുക്കൊരു 15 ഒരു ക്വിക്ക് മസാജായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ പ്രസ് ചെയ്തപ്പോൾ ഒരു റിലാക്സ് ആയ പോലെ, നല്ല പോലെ കഴുത്തൊക്കെ സ്ട്രെച്ച് ചെയ്തു. അതൊക്കെ വൃത്തിക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ പണി വാളിയതാണ്. ബട്ട് പുള്ളിക്കാരത്തേക്ക് അറിയാം, നല്ല ബലമുണ്ട് കൈക്കൊക്കെ. സോ ഫൈനലി നമ്മളെ ബോർഡിങ്ങിന് വിളിച്ചു. ഫ്ലൈറ്റ് സെക്കൻഡിലേക്ക് കുറച്ചൊരു 15-20 മിനിറ്റ്സ് ഡിലേ ഉണ്ടായിരുന്നു. ആൻഡ് ഇത് കുറച്ച് റിമോട്ട് ഏരിയയിലാണ് പാർക്ക് ചെയ്തത്. സോ അതുകൊണ്ട് നമ്മൾ ബസ്സിൽ കയറിയിട്ട് വേണമായിരുന്നു പ്ലെയിനിലോട്ട് പോകാൻ. ലാസ്റ്റ് ലെഗ് കയറിയിട്ടുണ്ട്. സോ തായ് എയർവേസ് തന്നെയാണ്, പക്ഷെ നാട്ടിലോട്ട് വരുമ്പം എപ്പോഴും അങ്ങനെയാണ്, കുറച്ചുകൂടി ചെറിയ ഫ്ലൈറ്റ് ആയിരിക്കും. സോ അതിൻ്റേതായ ചെറുപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാണിച്ചത് ലെഗ് സ്പേസിലൊക്കെ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ല. ആൻഡ് ഒരു ബ്ലാങ്കറ്റ് തന്നിട്ടുണ്ട്. ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പോയി, എന്നെ വിളിക്കല്ലേ. അങ്ങനെ ഫൈനലി കൊച്ചി എത്തി. ഓ മൈ ഗോഷ്, ഭയങ്കര ഫീലിംഗ് കേട്ടോ. എയർപോർട്ടിലാണ് ഇപ്പോഴും. ഫൈനലി ബാഗേജ് കളക്ഷൻ ബാഗെല്ലാം കിട്ടി, കുഴപ്പമൊന്നുമില്ല. ലിജോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ജേർണി വളരെ കംഫർട്ടബിൾ ആയിരുന്നു. തിരിച്ച് സെക്കൻഡ് ലെഗ് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തു. സോ ദാറ്റ് ഈസ് റിയലി ഹാൻഡി. അവിടെ മുതൽ ഇവിടം വരെ ഉറങ്ങി. ഇപ്പം നല്ല ഫ്രഷുമായി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പ്രീപെയ്ഡ് വിളിച്ചിട്ട് വീട്ടിൽ പോകാം. ലെജോയുടെ പ്രീപെയ്ഡ് കൗണ്ടറിൽ നിൽപ്പുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് ഹാൻഡി ബിക്കോസ് അവർ ഇൻ്റർനാഷണൽ കാർഡ്സ് എല്ലാം എടുക്കും. ആൻഡ് നമുക്കിപ്പോൾ വലിയ വണ്ടി വേണമല്ലോ ഇത്രയും പെട്ടിയൊക്കെ കയറാനായിട്ട്. സോ അവിടുന്ന് തന്നെ നമുക്ക് ഇമീഡിയറ്റ്ലി പ്രീപെയ്ഡ് കിട്ടി നേരെ വീട്ടിലോട്ട് പോവാം. അപ്പുറത്തെല്ലാം ഇറങ്ങി, ഒരു കുഴപ്പമില്ലായിരുന്നു. ആൻഡ് നല്ല മഴ നമ്മളെ വെൽക്കം ചെയ്യാൻ തന്നെ, നല്ല മഴ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ബൈ.